കോതമംഗലത്ത് ഹൈപ്പർ മാർക്കറ്റ് കുത്തിത്തുറന്ന് 2.5 ലക്ഷത്തോളം രൂപ മോഷണം നടത്തിയ യുവാക്കൾ പിടിയിൽ. യുവാക്കൾ മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ഡിസംബർ 23-നാണ് കുത്തുകുഴിയിൽ പ്രവർത്തിക്കുന്ന സഞ്ചിക ഹൈപ്പർ മാർക്കറ്റിൽ പുലർച്ചയോടുകൂടി കൊരട്ടി സ്വദേശി റിയാദും കൊടുങ്ങല്ലൂർ സ്വദേശി തൻസീറും ചേർന്ന് മോഷണം നടത്തിയത്. മുൻവശത്തെ കതക് കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തിത്തുറന്നാണ് യുവാക്കൾ പണം കവർന്നത്. ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് പൂന്നുക്കൽ പോലീസ് അറിയിച്ചു. സൂപ്പർമാർക്കറ്റിനുള്ളിൽ കയറിയ യുവാക്കൾ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 2.5 ലക്ഷത്തോളം രൂപയും 2 മൊബൈൽ ഫോണുകളും കവരുകയായിരുന്നു. ഹെൽമറ്റ് വെച്ച് മുഖം മറച്ചാണ് ഇവർ അകത്ത് കടന്നത്. മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യം ലഭിച്ചെങ്കിലും മുഖം വ്യക്തമായിരുന്നില്ല. വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിലും പൂന്നുകൽ പോലീസ് പ്രതികളെ ഒരാഴ്ചയ്ക്കകം പിടികൂടുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്ന് പിടികൂടിയ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷണം നടത്തിയ വിധം ഇവർ പോലീസിന് വിശദീകരിച്ചു. പ്രതികളെ ഇന്ന് കോതമംഗലം കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, കൊച്ചി. 2.5 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി അറസ്റ്റിൽ. ബീഹാറിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് ചെറുകിട വിൽപ്പന നടത്തിയിരുന്നയാളെ പെരുമ്പടപ്പ് പോലീസാണ് പിടികൂടിയത്. മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതി പോലീസിന്റെ വലയിലായത്. ബീഹാറിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പന നടത്തുന്ന ബീഹാർ സ്വദേശിയെക്കുറിച്ച് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. 2 തവണ ഇയാളുടെ താമസ സ്ഥലത്തടക്കം പോലീസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് പെരുമ്പടപ്പ് CI ബിജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് പ്രതിയെ ഉദ്യോഗസ്ഥർ തെളിവ് സഹിതം പിടികൂടിയത്. പെരുമ്പടപ്പ് പോലീസും തിരൂർ DYSPയിലുള്ള ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ നീക്കത്തിലാണ് ഈരമംഗലം കോതമുക്ക് റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബീഹാർ സ്വദേശി അൻവർ മിയ അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 2.25 കിലോ കഞ്ചാവും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ മറവിൽ വ്യാപക ലഹരി വിൽപ്പന നടത്തിയതിനു ശേഷം ബീഹാറിലെത്തിയ പ്രതി വീണ്ടും കേരളത്തിലേക്ക് വരുന്നതറിഞ്ഞ പോലീസ് ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പിടിയിലായ പ്രതിയെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, മലപ്പുറം.